ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ നാഷൻസ് ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ സ്പെയിനും പോർച്ചുഗലും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും പരസ്പരം മുഖാമുഖം വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ മത്സരത്തിലുണ്ടായിരുന്നു. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിക്കുകയും പോർച്ചുഗൽ കിരീടം നേടുകയും ചെയ്തു എന്നുള്ളതാണ്. ലാമിൻ യമാൽ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ നുനോ മെൻഡസ് നല്ല രൂപത്തിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും യമാലിനെ കുറിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരശേഷം സംസാരിച്ചിട്ടുണ്ട്. അതായത് യമാലിനെ വെറുതെ വിടൂ എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത്. കേവലം 17 വയസ്സ് മാത്രമാണ് യമാലിനുള്ളത്. ഒരുപാട് വലിയ ഒരു കരിയർ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് എന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് ട്രോഫികളും വ്യക്തിഗത അവാർഡുകളും നേടാൻ ലാമിൻ യമാലിന് സാധിക്കും. അവൻ ഒരു പ്രതിഭാസമാണ്. ഒരു വലിയ കരിയർ തന്നെ അവന് ലഭിക്കും. ഒരുപാട് നാഷൻസ് ലീഗ് കിരീടങ്ങൾ നേടാൻ അവന് കഴിയും. അവന് 17 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അവനെ വെറുതെ വിടൂ. അവനെ വെറുതെ വിടാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അവൻ ശാന്തനായിക്കൊണ്ട് ഇരിക്കേണ്ടതുണ്ട്. ഇതാണ് ഇപ്പോൾ ലാമിൻ യമാലിനെ കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കരിയറിൽ നേടുന്ന രണ്ടാമത്തെ നാഷൻസ് ലീഗ് കിരീടമാണ് ഇത്. നേരത്തെ ഒരു യൂറോ കപ്പും നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല മികച്ച പ്രകടനമാണ് ക്രിസ്ത്യാനോ പുറത്തെടുക്കുന്നത്. സെമി ഫൈനലിലും ഗോൾ അടിക്കാൻ ക്രിസ്ത്യാനോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ് ഈ ഒരു കിരീടങ്ങൾ എല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.